നമസ്കാരം. മാലിദ്വീപ് അതിരുവിടുകയാണ്. ഇന്ത്യയുടെ വളർച്ചയിൽ, ഇന്ത്യയുടെ പുരോഗമനത്തിൽ ഒട്ടും തന്നെ ആശ്വസിക്കാൻ കഴിയുന്നില്ല എന്നതിന്റെ മറ്റൊരു തെളിവ് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ മാലദ്വീപ് സാന്നിധ്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിസന്ധികളിലെ സങ്കീർണതകൾ മാറ്റിമറിക്കുമെന്നായിരുന്നു പൊതുവെയുള്ള വിചാരം. പ്രശ്നങ്ങൾ മാറി ഐക്യത്തിന്റെ ചുവടുകൾ മാലദ്വീപ് മുന്നോട്ട് വെക്കും എന്നതായിരുന്നു അനുമാനം. എന്നാൽ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് മാലദ്വീപ് അടുത്ത അംഗത്തിന് പുറപ്പെടുകയാണ്. ഇന്ത്യയുമായുള്ള മുൻ സർക്കാരിന്റെ കരാറുകൾ ഇഴകേറി പരിശോധിക്കാനൊരുങ്ങുകയാണ് മാലദ്വീപ് ഇപ്പോൾ. കരാറുകൾ അന്വേഷിക്കാൻ മാലദ്വീപ് പാർലമെന്ററി കമ്മിറ്റി പ്രമേയം പാസാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പങ്കെടുത്തതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയം. പാർലമെന്റ് 241 കമ്മിറ്റി എന്നറിയപ്പെടുന്ന 20ാമത് പാർലമെന്റിന്റെ സുരക്ഷാ സേവന സമിതിയാണ് പ്രമേയം പാസാക്കിയത്. ആകെ 4 കരാറുകൾ പരിശോധിക്കും. ഈ കരാറുകൾ മാലദ്വീപിന്റെ പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയാണെന്ന് സമിതി ആരോപിച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. പ്രസിഡന്റ് സോലിഹിന്റെ ഭരണത്തിന് കീഴിൽ മാലദ്വീപും ഇന്ത്യയും തമ്മിൽ ഒപ്പുവെച്ച എല്ലാ കരാറുകളും അവലോകനം ചെയ്യാനുള്ള ഹിദാദു സെൻട്രൽ MP അഹമ്മദ് അസന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ തീരുമാനം. അസൻ കമ്മിറ്റിക്ക് 3 കേസുകൾ സമർപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ഹൈഡ്രോഗ്രാഫിക് കരാർ, അതേപോലെ ഇന്ത്യൻ സഹായത്തോടെ നിർമ്മിക്കുന്ന ഉദുരു തിലഫൽഹു ഡോക്യാർഡ്, മാനുഷിക തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനുമായി മാലദ്വീപ് പ്രതിരോധ സേനയ്ക്ക് ഇന്ത്യ സമ്മാനിച്ച ഡോണിയർ വിമാനം എന്നിവയാണ് സമിതി അന്വേഷിക്കുന്ന കരാറുകൾ. ദ്വീപ് രാഷ്ട്രത്തിൽ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ മാലദ്വീപ് ബന്ധം കാര്യമായി വഷളായത് നമ്മൾ കണ്ടതാണ്. അത് വളരെയധികം ശ്രദ്ധേയവുമാണ്. മൊയ്സുവിന്റെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്ന് ഇന്ത്യൻ സൈനികരെ രാജ്യത്ത് നിന്ന് നീക്കം ചെയ്യുമെന്നതായിരുന്നു. ഇന്ത്യയുടെ 76 സൈനികർക്ക് പകരം സിവിലിയൻ ഉദ്യോഗസ്ഥരെ നിയമിച്ചതായി മാലദ്വീപ് വിദേശകാര്യമന്ത്രി മെയ് മാസത്തിൽ തന്നെ സ്ഥിരീകരണവും നൽകിയിരുന്നു. ഇന്ത്യൻ സൈനികരെ പിൻവലിച്ച് ദിവസങ്ങൾക്ക് ശേഷം മാലദ്വീപ് പ്രതിരോധ മന്ത്രി ഗസൻ മൗമൂൻ തന്നെ ഇന്ത്യ സംഭാവന ചെയ്ത 3 വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ രാജ്യത്തിന്റെ പ്രതിരോധ സേനയ്ക്ക് ഇപ്പോഴും കഴിവില്ലെന്ന് സമ്മതിച്ചതായും വാർത്തകളുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇന്ത്യ മാലദ്വീപ് തമ്മിലുള്ള ഹൈഡ്രോഗ്രാഫിക് കരാർ പുതുക്കേണ്ടതില്ലെന്നും തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാലദ്വീപ് സന്ദർശന വേളയിൽ 2019 ജൂൺ 8-നാണ് ഈ ഹൈഡ്രോഗ്രാഫിക് സർവേ കരാർ ഒപ്പിട്ടത്. ഇന്ത്യയുമായുള്ള നയതന്ത്ര തർക്കത്തിനിടെ മൊയ്സു ഷീ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാലദ്വീപും ചൈനയും 20 കരാറുകളിൽ ഒപ്പുവെച്ചു എന്നതും വ്യക്തമായി നിരീക്ഷിക്കണം. ടൂറിസം സഹകരണം, ദുരന്ത സാധ്യത കുറയ്ക്കൽ എന്നിവ ഉൾപ്പെടെ 20 പ്രധാന കരാറുകളിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും മാലദ്വീപും തമ്മിൽ ഒപ്പുവെച്ചു. ഉഭയകക്ഷി ബന്ധങ്ങൾ സമഗ്രമായ തന്ത്രപരമായ സഹകരണ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുന്നതായും വലിയ പ്രഖ്യാപനങ്ങൾ അന്ന് നടന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കെതിരെ മാലദ്വീപിലെ മന്ത്രിമാർ ഉപയോഗിച്ച നയതന്ത്രപരമല്ലാത്ത വാക്കുകളാണ് പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തുന്നത്. പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ സൈനിക ഉദ്യോഗസ്ഥരെ പിൻവലിക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുകയും തന്റെ ആദ്യ വിദേശ സന്ദർശനത്തിനായി ചൈനയെ തിരഞ്ഞെടുക്കുകയും ചെയ്തതാണ് വലിയ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചതും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യ ആധിപത്യം പുലർത്തിയിരുന്ന വിനോദസഞ്ചാരികളുടെ വരവിൽ 1ാം സ്ഥാനം തിരിച്ചുപിടിക്കണമെന്ന മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു തന്റെ സന്ദർശനത്തിൽ ചൈനയോട് അഭ്യർത്ഥിച്ചു എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇന്ത്യ ഔട്ട് എന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെയാണ് നിലവിലെ സർക്കാർ അധികാരത്തിലെത്തിയത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുമായുള്ള ജലാശയങ്ങളുടെ ഹൈഡ്രോഗ്രാഫിക് സർവേ സംബന്ധിച്ച കരാർ പുതുക്കേണ്ടതില്ല എന്നും മാലദ്വീപ് തീരുമാനിക്കുന്നു. 2019 ഒപ്പുവെച്ച കരാർ മാലദ്വീപ് പ്രദേശത്തെ ജലം, അതുപോലെ തന്നെ ചാർട്ട് റീഫുകൾ, ലഗൂണുകൾ, തീരപ്രദേശങ്ങൾ, സമുദ്രപ്രവാഹങ്ങൾ, വേലിയേറ്റം എന്നിവയുടെ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്താൻ ഇന്ത്യയെ അനുവദിച്ചിരുന്നു. ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നല്ല ബന്ധത്തെ തകർക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൗമരാഷ്ട്രീയവും സാമ്പത്തികവും തന്ത്രപരവുമായ പരിഗണനകളാൽ സ്വാധീനിക്കപ്പെട്ട് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം വർഷങ്ങളായി വികസിച്ചു വരുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തോട് മാലദ്വീപിന്റെ സാമീപ്യം ഏറെ നിർണായകവുമാണ്. ഏദൻ ഉൾക്കടലിനും മലാക്ക കടലിടുക്കിനും ഇടയിലുള്ള നിർണായക സമുദ്ര വ്യാപാര പാതകളിൽ സ്ഥിതി ചെയ്യുന്ന മാലദ്വീപ് ഇന്ത്യയുടെ പകുതിയോളം വിദേശ വ്യാപാരത്തിനും അതിന്റെ 80% ഊർജ്ജ ഇറക്കുമതിക്കും ഒരു ടോൾ ഗേറ്റായി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന മാലദ്വീപിന്റെ സുസ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും ഇന്ത്യക്ക് വലിയ താല്പര്യമാണുള്ളത്. മാലദ്വീപിലൂടെ ചൈന കണക്കുകൂട്ടുന്ന ലക്ഷ്യങ്ങൾ തകർക്കുക എന്നതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തായാലും മാലദ്വീപ് ഇത്തരത്തിൽ പുതിയ നീക്കങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യ ശക്തമായി തന്നെ മാലദ്വീപിനെ നിരീക്ഷിക്കുന്നുണ്ട്. ചൈനയുടെ നീക്കങ്ങളെയും
ഇന്ത്യ സദാ ജാഗ്രതയോടെ വീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ചൈന മാലദ്വീപിലൂടെ ഇന്ത്യക്കെതിരായ കരുക്കളാണ് നീക്കുന്നത് എന്നത് ഉറപ്പാണ്. മാലദ്വീപ് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധമായും ചൈന അനുകൂലമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഭാവിയിൽ അവർക്ക് തന്നെ ദോഷകരമായി ഭവിക്കും എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും ഇന്ത്യ തലയെടുപ്പോടെ യഥാർത്ഥ നിലപാടോടെ നിലകൊള്ളുകയും ചെയ്യും. മാലദ്വീപ് ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടും, ചൈന എന്തൊക്കെ മാലദ്വീപിനെ കൊണ്ട് ചെയ്യിക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.